ഇവിടെയും നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ നേരത്തെ ഉള്ളവർ തന്നെ, UDF തന്നെ ഇവിടെ തുറന്നിരുന്നുവെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഏത് കാര്യത്തിലും നാടിനാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനാണ് സർക്കാർ മുൻകൈയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ LPG കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന LPG ആകെ സൂക്ഷിക്കുന്നതിന് പുതുവൈപ്പിനിൽ ഒരു LPG ടെർമിനൽ നിർമ്മിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത, ചില ആളുകൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വല്ലാതെ അതിനെ എതിർക്കാൻ പുറപ്പെടുമെന്നാണല്ലോ. അതുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർണ്ണമായ തോതിൽ പാലിച്ചുകൊണ്ടാണ് LPG ടെർമിനൽ നിർമ്മിക്കുന്നത്. പക്ഷേ അനാവശ്യമായ ഭീതി ഉയർത്താനുള്ള ശ്രമം നടന്നു. അതിൻ്റെ ഭാഗമായി പ്രാദേശികമായ എതിർപ്പുയർന്നു. എന്താ ഫലം? 2011 മുതൽ 16 വരെയാണ് UDF സർക്കാർ അധികാരത്തിലുണ്ടായത്. ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല, അവിടെ കടന്നു. അപ്പോൾ 2016 LDF സർക്കാർ വന്നു. ഈ പദ്ധതി കേരളത്തിലേക്ക് ആവശ്യമായ മുഴുവൻ LPGയും ഒരിടത്തെത്തിക്കുന്ന പദ്ധതിയാണ്. അത്രയും വലിയ പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 2017 പ്രവൃത്തി മുന്നോട്ട് പോയി. ഇപ്പോൾ അത് പൂർത്തിയായി. ഇവിടെ 1236 കോടി രൂപയാണ് ആ പദ്ധതിയുടെ മൊത്തം ചെലവ്. നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ മുഴുവൻ LPGയും അവിടെ എത്തുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക.